വമ്പൻ മിസൈൽ സംവിധാനങ്ങളാണ് ഇറാൻ നിർമ്മിച്ച ഭൂഗർഭ നഗരങ്ങളിൽ ഒരുങ്ങുന്നത്. യുദ്ധപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് വിപ്ലവ ഗാർഡ് വെല്ലുവിളിക്കുന്നത്. ഇസ്രായേൽ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുള്ള ഇറാന്റെ സൈനിക ശക്തിക്ക് മൂർച്ചയേറുകയാണ്. മേജർ ജനറൽ ഹുസൈൻ സലാമി വ്യക്തമാക്കുന്നതനുസരിച്ച് കൂടുതൽ വേഗത്തിലും കൃത്യതയിലും ഇസ്രായേൽ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇറാൻ സൈന്യത്തിനാകും. അതിനുവേണ്ടിയുള്ള വലിയ ആയുധ സജ്ജീകരണങ്ങൾ ഒരുങ്ങുകയാണ്. പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനുമിടയിലുള്ള ഭാഗമാണ് ഇറാൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇറാൻ മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാൻ വിപ്ലവ ഗാർഡ് അഥവാ IRGCയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ അലി അഹമ്മദ് നൈനിയാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് ആക്രമണ ഭീഷണി നേരിടുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാന്റെ പുതിയ സൈനിക സന്നാഹങ്ങൾ ഈ രണ്ടു രാജ്യങ്ങൾക്കുമുള്ള വെല്ലുവിളി കൂടിയാണ്. പൈഗംബറെ ഐസം എന്ന പേരിൽ നടക്കുന്ന സൈനികാഭ്യാസം ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ആയുധ ശേഖരണത്തിനു വേണ്ടി നിർമ്മിച്ച ഭൂഗർഭ നഗരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇറാൻ വെളിപ്പെടുത്തുന്നത്. നഗരത്തിന്റെ മേൽനോട്ട ചുമതല ലഭിച്ചിരിക്കുന്നത് IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സിനാണ്. അത്യാധുനിക മിസൈലുകളും ആയുധങ്ങളും അടങ്ങുന്ന ഈ ഭൂഗർഭ നഗരത്തിൽ പുതിയതായൊരു നാവികത്താവളവും ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട്. ബ്രിഗേഡിയർ അലി അഹമ്മദ് നൈനി നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ കൂടുതൽ സങ്കീർണവും നീണ്ടു നിൽക്കുന്നതുമായ യുദ്ധത്തിന് ഇറാൻ തയ്യാറാണെന്ന് വ്യക്തമാകുന്നു. ആയുധങ്ങളുടെ ശേഷി, വലിപ്പം, കരുത്ത്, ഉൽപാദനം എന്നിവ പരിശോധിക്കുമ്പോൾ ഇറാന്റെ സൈനിക ശേഷിയും ആയുധശേഷിയും ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതായി കാണാം. ബ്രിഗേഡിയർ അലി മുഹമ്മദ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഉത്തരവിനായി കാത്തിരിക്കുകയാണ് ഇറാൻ സൈന്യം. പുതിയ ആയുധശേഷിയും ഇറാൻ കൈവരിച്ചു കഴിഞ്ഞു. ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് ഇറാനുമേൽ ആധിപത്യം നേടാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഇറാൻ ഒരിക്കൽ പോലും ശത്രുവിന്റെ ഭാഗത്തു നിന്നും ഇന്റലിജൻസ് തലത്തിലുള്ള തിരിച്ചടി നേരിട്ടിട്ടില്ലെന്നും എന്നാൽ ഇറാൻ വിപ്ലവ ഗാർഡിൽ നിന്നും നേരിട്ട പരാജയങ്ങൾ മറയ്ക്കാനായി ശത്രുക്കൾ ശ്രമിക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. ശത്രു രാജ്യങ്ങൾക്ക് നേരെ കടുത്ത വെല്ലുവിളിയാണ് ഇറാൻ നടത്തുന്നത്. ഇറാൻ ഒരൊറ്റ ദിവസം പോലും മിസൈൽ നിർമ്മാണം നടത്തിയിട്ടില്ലെന്നും രാജ്യത്തെ മിസൈൽ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണെന്നും IRGC പബ്ലിക് റിലേഷൻസ് തലവൻ അറിയിക്കുന്നു. ഇറാൻ പുറത്തുവിടുന്ന പ്രഖ്യാപനമനുസരിച്ച് രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത സൈനികാഭ്യാസത്തിലൂടെ പുതിയ സജ്ജീകരണങ്ങൾ ഇറാൻ നടത്തുമെന്നാണ് കരുതുന്നത്. ഇതിനെല്ലാം പുറമെ ഇറാന്റെ നാവികസേനാ യുദ്ധപരിശീലനം പേർഷ്യൻ ഉൾക്കടലിൽ നടക്കുന്നുണ്ട്. അഭ്യാസത്തിൽ 300 യുദ്ധക്കപ്പലുകൾ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി 2000-ലേറെ വരുന്ന സിവിലിയൻ കപ്പലുകൾ ഭാഗമാകുന്ന നാവിക പരേഡും നടക്കും. എന്തായാലും ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്.